ഇംഗ്ലീഷ് പറയുമ്പോൾ ബ്രെയിൻ ബ്ലാങ്ക് ആൻഡ് ടങ് ഫ്രീസ്. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? ഇംഗ്ലീഷ് പറയാൻ പോകുമ്പോൾ സഡൻലി ബ്രെയിൻ ബ്ലാങ്ക്. വാക്കുകൾ അറിയാം, പക്ഷെ വായിലേക്ക് എത്തുമ്പോൾ ഫ്രീസ്. ഇത് നിങ്ങളോട് മാത്രമല്ല, ഇതിനൊരു ശാസ്ത്രീയ കാരണമുണ്ട്. നിരവധി ആളുകളുടെ സ്ട്രഗിൾ ഒരേ തന്നെയാണ്. സെന്റൻസ് റെഡിയായിരുന്നു, പറയാൻ പോയപ്പോൾ ഒന്നും തോന്നിയില്ല. ഇൻസൈഡ് സംസാരിക്കുന്നു, ഔട്ട്സൈഡ് വരുമ്പോ ബ്ലോക്ക്. ടങ് മൂവ് ചെയ്യാൻ പറ്റുന്നില്ല. ഇത് നിങ്ങൾ വീക്ക് ആണെന്ന് അർത്ഥമില്ല. ഇത് നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്നതല്ല. ഇത് ഫൈറ്റ് ഫ്ലൈറ്റ് റെസ്പോൺസ് ആണ്. അവസാനം ബ്രെയിൻ തിങ്ക് ചെയ്യും, ഇംഗ്ലീഷ് ഈസ് ഈക്വൽ ടു ഡേഞ്ചർ. ഇംഗ്ലീഷ് പറയുമ്പോൾ ബ്രെയിൻ ഒരുമിച്ച് ചെയ്യാൻ ശ്രമിക്കുന്ന 5 ടാസ്കുകളുണ്ട്. റൈറ്റ് വേർഡ്സ് തിരയുക, ഗ്രാമർ ചെക്ക് ചെയ്യുക, പ്രൊനൗൺസിയേഷൻ ശരിയാക്കുക, മിസ്റ്റേക്ക് അവോയ്ഡ് ചെയ്യുക, പീപ്പിളിന്റെ റിയാക്ഷൻ പ്രൊഡക്റ്റ് ചെയ്യുക. ഇത് ഓവർലോഡ് ആകുമ്പോൾ ബ്രെയിൻ പോസ് ചെയ്യും. അതാണ് ബ്ലാക്ക്. ഭയം വന്നാൽ ബോഡി ആദ്യമായി റിയാക്ട് ചെയ്യുന്നത് മൗത്ത് മസിൽസിൽ. അതുകൊണ്ട് സ്പീക്കിംഗ് മസിൽസ് ടെമ്പററിലി ഫ്രീസ്. നെക്സ്റ്റ് ടൈം ഫ്രീസ് വരുമ്പോൾ എടുക്കേണ്ട 3 പ്രിക്കോഷൻസ്. സ്റ്റെപ്പ് 1 ഡീപ് ബ്രീത്ത്. സ്റ്റെപ്പ് 2 3 സെക്കൻഡ് പോസ്. സ്റ്റെപ്പ് 3 ഇംഗ്ലീഷിൽ വരുന്ന ഫസ്റ്റ് സിമ്പിൾ വേർഡ് പറയുക. ഓക്കെ, സോ, ആക്ച്വലി, ഐ തിങ്ക്. ഫ്രീസിംഗ് ഈസ് നോട്ട് എ വീക്ക്നെസ്, ഇറ്റ്സ് എ നോർമൽ ബ്രെയിൻ റിയാക്ഷൻ. ഇന്ന് കമന്റിൽ ടൈപ്പ് ചെയ്യൂ, മൈ ബ്രെയിൻ ക്യാൻ റീസെറ്റ്. നാളെ ഡേ 3 നോക്കാം. ഗ്രാമർ ഭയം. ഇംഗ്ലീഷ് പറയുമ്പോൾ ഗ്രാമറിനെ കുറിച്ച് ഓവർ തിങ്കിങ് എങ്ങനെ കുറയ്ക്കാം? ഫോളോ ചെയ്യൂ, നിങ്ങളുടെ സ്പീക്കിംഗ് കോൺഫിഡൻസ് ദിനം പ്രതി ഉയരും.